പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ ഇഡിയുടെ നടപടികളിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് 8 തവണ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെയാണ് ഇഡി റെയ്ഡ് നടന്നതെന്ന ആരോപണം ശക്തമായിരിക്കെയാണ് വി.ഡി. സതീശൻ മൗനം തുടരുന്നത്. ഈ ഇഡി റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് Sir, how do you see the raid in Kerala? That Pinarayi Vijayan has said that Rahul Gandhi is also very happy and satisfied with this raid. How do you see this? How do you counter this? Want to say something, sir? അങ്ങയുടെ ദില്ലി സന്ദർശനത്തിന് ശേഷമാണ് പിണറായിയുടെ വീട്ടിലെ റെയ്ഡ് നടന്നത്. Can you share about the meeting? ദുരൂഹതയുണ്ട് എന്നാണ് CPM ഒക്കെ ആരോപിക്കുന്നത്. Yes, of this we'll ask off record. Sir, would you like to speak about the meeting? That meeting today, bro. Just na. Abhi nahi, just let's talk off record, na. Sir, want to say something about this meeting? ആഭ്യന്തരമന്ത്രിയായിട്ട് നടത്തിയ ചർച്ചയുടെ ഇപ്പോൾ വിശദാംശങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, ഇന്നത്തേതും കൂടി കൂട്ടി പാണക്കാട്ട് വെച്ച് മാധ്യമങ്ങളെ കണ്ടിട്ടും ഇന്നടക്കം അതേക്കുറിച്ച് വളരെ സ്പെസിഫിക്കായി ചോദ്യങ്ങൾ വന്നിട്ടും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. ഇന്നത്തേതും കൂടി കൂട്ടി ഏതാണ്ട് 8 തവണയായി അദ്ദേഹം ഒരേ ചോദ്യം ഉത്തരമില്ലാതെ മൗനം തുടരുന്നു, അല്ലേ? ശരത്ത്, തീർച്ചയായും ഇന്ന് പാണക്കാട് എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നത്. അത് പെരുന്നാൾ ആശംസയിൽ മാത്രം ഒതുക്കി വി.ഡി. സതീശൻ ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. പിന്നീട് M.K. മുനീറിൻ്റെ വീട്ടിൽ കോഴിക്കോട് ആദ്യമായി കോഴിക്കോടെത്തുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരെ M.K. മുനീറിൻ്റെ വസതിയിലാണ് എത്തിയത്. അവിടെ നിന്നും യാതൊന്നും പറയാതെയാണ് വി.ഡി. സതീശൻ മടങ്ങിയത്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ അവിടെയും വി.ഡി. സതീശൻ്റെ പ്രതികരണം ആരാഞ്ഞു. അവിടെയും അദ്ദേഹം മൗനം തുടർന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് അല്പസമയം മുമ്പ് വി.ഡി. സതീശൻ ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇറങ്ങി. അപ്പോഴും അദ്ദേഹം മൗനം തുടരുന്ന സാഹചര്യമാണ്. ഇന്നലെ ഡൽഹിയിൽ മൗനം തുടർന്ന വി.ഡി. സതീശൻ ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ 8 തവണയിലധികമെങ്കിലും മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെ കടന്നുപോയെങ്കിലും ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള 2 അംഗങ്ങൾ ഈ കാർത്തയുടെ കത്തിലുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിനറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം ഇത്തരത്തിൽ മൗനം തുടരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരത്, ശരി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ മൗനം തുടരുകയാണ്. രാഷ്ട്രീയ പ്രേരിതമായ ഇഡിയുടെ റെയ്ഡ് എന്നുള്ള ദേശീയ വിമർശനം പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഉയരുന്നു. വിവിധ ദേശീയ പാർട്ടികൾ, BJP ഇതര ദേശീയ പാർട്ടികൾ, കോൺഗ്രസ് ഒഴികെ അതിനിശ്ചിതമായി ഇതിനെ വിമർശിക്കുന്നു. പക്ഷേ കോൺഗ്രസ് മൗനം തുടരുന്നു. അത് ദേശീയ തലത്തിലാവട്ടെ, ഇവിടേക്ക് വന്നാൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനാവട്ടെ. വി.ഡി. സതീശനെതിരെ ഗുരുതര വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. മോദി സന്ദർശനത്തിന് ശേഷം തൊട്ടു പിന്നാലെയാണ് ഇഡി ഇത്തരമൊരു നീക്കം നടത്തിയത് എന്നതടക്കമുള്ള വിഷയങ്ങൾ, അതിൽ പലതരം ദുരൂഹത നിലനിൽക്കുന്നു എന്ന ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടും അതേക്കുറിച്ച് പ്രതികരിക്കാൻ വിമുഖത കാട്ടുന്ന മുഖ്യമന്ത്രിയാണ് ഇന്നും നമ്മൾ കണ്ടത്.